ആയുർവേദത്തിൽ യൗവനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന തഴുതാമയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തഴുതാമ അഥവാ പുനർനവ എന്നറിയപ്പെടുന്നതും നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ നാം ചവിട്ടിയരച്ചു പോകുന്നതുമായ തഴുതാമയുടെ ഗുണങ്ങളെക്കുറിച്ച് അല്പം ഒന്നറിയുക നല്ലതാണ്. അടുത്ത തവണ വഴിയരികിൽ കാണുമ്പോൾ നാം അറിയാതെ തന്നെ അതിനെ ഇഷ്ടപ്പെട്ടു പോകും. പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ തോരൻ വയ്ക്കുവാനും വെള്ളം തിളപ്പിച്ച് കുടിക്കുവാനും സൂപ്പ് വെച്ച് കുടിക്കുവാനും തഴുതാമ ഉപയോഗിച്ചിരുന്നു. കൂടാതെ നിരവധിയായ അസുഖങ്ങൾക്ക് ഔഷധമായും തഴുതാമ ഉപയോഗിച്ചിരുന്നു. എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലമുള്ള നമുക്ക് തഴുതാമയുടെ ഔഷധ ഗുണങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം. നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും തഴുതാമ വളരുന്നുണ്ട് എന്നത് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. തഴുതാമയുടെ എല്ലാ ഭാഗവും ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന പൂവുള്ള തഴുതാമയുടെ ഇലകളാണ് തോരനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുവാനും ഉപയോഗിച്ചു വരുന്നു. തഴുതാമ ഇല സൂപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. രണ്ട് തരത്തിലുള്ള തഴുതാമയാണ് സാധാരണയായി കാണുന്നത്. വെളുത്ത പൂവുള്ള വെളുത്ത തണ്ടുള്ളതും ചുവന്ന പൂവുള്ള ചുവന്ന തണ്ടുള്ള തഴുതാമയും. ചുവന്ന പൂവുള്ള തഴുതാമയുടെ ഇലകളാണ് തോരനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുവാനും ഉപയോഗിച്ചു വരുന്നു. തഴുതാമ ഇല സൂപ്പുണ്ടാക്കുവാനും ഉപയോഗിക്കുന്നുണ്ട്. ഔഷധമായി ഉപയോഗിക്കുന്നത് കൂടുതലും ഹൃദയത്തെയും വൃക്കയെയും സംരക്ഷിക്കുവാനായിട്ടാണ്. വിരകൾക്കുള്ള മരുന്ന് നിർമ്മാണത്തിൽ ഇംഗ്ലീഷ് മരുന്നിലും തഴുതാമ ഉപയോഗിച്ചു വരുന്നുണ്ട്. തഴുതാമ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് 15 ml വീതം ദിവസവും കഴിക്കുന്നത് കിഡ്നി മുതൽ തലച്ചോറിൻ്റെ പ്രവർത്തനം വരെ സുഗമമാക്കുവാൻ നല്ലതാണ്. കൂടാതെ നീരും ഉറക്കമില്ലായ്മയും രക്തവാതവും നേത്രരോഗങ്ങളും തടയുന്നതിന് തഴുതാമയ്ക്ക് കഴിവുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ്, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് തുടങ്ങി ഒട്ടേറെ രാസസംയുക്തങ്ങളും തഴുതാമയിൽ അടങ്ങിയിട്ടുണ്ട്. അമിത മദ്യപാനം കൊണ്ടുള്ള ക്ഷീണവും തലകറക്കവും മാറുവാൻ തഴുതാമ സമൂല കഷായത്തിൽ അതേ അളവിൽ ശുദ്ധമായ പശുവിൻ പാൽ ചേർത്ത് കാച്ചി നേർപകുതിയാക്കി രാവിലെയും വൈകുന്നേരവും 25 ml വീതം കുടിച്ചാൽ മതി. തഴുതാമ സമൂല കഷായം മലബന്ധം അകറ്റുവാനും നല്ലതാണ്. തഴുതാമയുടെ തണ്ട് മുറിച്ചെടുത്ത് ഗ്രോ ബാഗിൽ നട്ട് നമുക്ക് വളർത്താവുന്നതാണ്. പുറത്തേക്ക് വളർന്നു നീളുന്നതിനാൽ അതുകൂടി കണ്ടിട്ട് വേണം സ്ഥലം കണ്ടെത്തുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.